السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ ബുറൂജിൻ്റെ തഫ്സീറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചത്. ആദ്യത്തെ 10 ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ അതിൻ്റെ വിശദീകരണ സഹിതം മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള അവസാനം വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാവുന്നതാണ്. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. ഈ ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയത്തുകളെല്ലാം അവസാനിക്കുന്നത് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് ഖുത്ബുജദ് അഥവാ കൽക്കലയുടെ അക്ഷരങ്ങളാണ്. ഹുറൂഫുൽ കൽക്കല എന്ന് പറഞ്ഞ അക്ഷരങ്ങളാണ്. ഖാഫ്, ത, ബ, ജീം, ദാൽ ഈ പറയുന്ന അക്ഷരങ്ങളിൽ നിന്നാണ് ഇത് അവസാനിക്കുന്നത്. ദാലുകളും അതുപോലെ തന്നെ അവസാനത്തെ ആയത്തിൽ മാത്രമാണ് മഹ്ഫൂദ് വ അതിന് പുറത്തുള്ള ഒരക്ഷരം വരുന്നത്. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർത്തുന്ന സമയത്ത് ആ നിലക്ക് നിർത്തണം. ലഷദീദ് എന്ന് നിർത്തുന്നതിന് പകരം ലഷദീദ് ആ ഒരു നൃത്തമായിരിക്കും അതിനുണ്ടാവുക. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ആ നിലക്കാണ്. നിങ്ങൾ ഖിറാഅത്തുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊരു നിയമം അറിഞ്ഞതിന് ശേഷം നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരാ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണത് ഓതുന്നത് എന്നുള്ളത്. നമ്മൾ ആ നിയമം പഠിക്കാതെ കേൾക്കുമ്പോൾ നമുക്കതൊരു കേവലം ഒരു ആസ്വാദനം പോലെ പലരും കേൾക്കും. എന്നാൽ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഈ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിച്ചിട്ടായിരിക്കും പാരായണം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൽ ഒരുപാട് സ്ഥലത്ത് നൂന് അതുപോലെ മീമൊക്കെ മുഷദ്ദദായിട്ട് ഷദ്ദോടുകൂടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മണിക്കുക എന്നുള്ളതാണ്. ഇന്ന ആ രൂപത്തിൽ വരുന്ന സ്ഥലത്തൊക്കെ മണിക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നീട് വല്ലാഹു മിൻ വറാഇഹിം, വറാ എന്ന് പറയുന്ന ഒരക്ഷരമാണ്. അപ്പോൾ ഒരക്ഷരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരക്ഷരത്തിൽ തന്നെ മദ്ദിന് ശേഷം ഹംസ വരികയാണെങ്കിൽ അത് 6 അക്ഷരത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അത് മദ് ചെയ്യണം, നീട്ടണം. ഒരു അലിഫിന് ശേഷം ഹംസ ഒരൊറ്റ അക്ഷരത്തിൽ. അപ്പോൾ അതിൽപ്പെട്ടത് ജാ, ഖുർആനിൽ പല സ്ഥലത്തും ഉണ്ടാവും. ജാ ഒരൊറ്റ വാക്കാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു അലിഫിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ഹംസ വരികയാണ്.
അപ്പോൾ അത് ജാ എന്ന് മാത്രം ഓതിയാൽ പോരാ. വജാ റബ്ബുക ആ രൂപത്തിലായിരിക്കും പാരായണം ചെയ്യുക. അതുപോലെയാണ് സമാ ഒക്കെ ഓതുന്ന സമയത്ത് എപ്പോഴും ആ 6 ഹർഫിന് നീട്ടുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരി, ഇതിൻ്റെ ആദ്യത്തെ ആയത്തുകളിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ചിലതിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം മുശ്രിക്കുകളെ താക്കീത് ചെയ്യുകയാണ്. ഒരു പ്രശ്നത്തിനുമില്ലാത്ത മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ ഉപദ്രവിക്കുകയും അവരെ തീയിൽ ചുട്ടുകരിക്കുകയും ചെയ്ത മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തുകൊണ്ട് അവർക്ക് നരകത്തിൽ സമാനമായ ചൂടേറിയ തീ കൊണ്ട് കരിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് താക്കീത് ചെയ്തിരിക്കുകയാണ്. 10-ാമത്തെ ആയത്തിലെ അവസാനം നമ്മളതാണ് മനസ്സിലാക്കിയത്. തൊട്ടടുത്ത ആയത്തിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, അതോടൊപ്പം സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. വിശ്വാസവും കർമ്മവും വേറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് ജന്നാത്തുണ്ട്, സ്വർഗത്തിലുള്ള തോട്ടങ്ങളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന ജന്നാത്തുകൾ, സ്വർഗം അവർക്കുണ്ട്. ദാലിക്കൽ ഫൗസുൽ കബീർ, അതത്ര വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇപ്പോൾ ഇത് ഖുർആനിൻ്റെ ഒരു പൊതു ശൈലിയാണ്. ഒരുപാട് സ്ഥലത്ത് മുശ്രിക്കുകളുടെ അവസ്ഥ വിവരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മുഅ്മിനീങ്ങളുടെ അവസ്ഥ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതോടൊപ്പം തന്നെ നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥ വിശദീകരിക്കുന്ന സമയത്ത് ഉടനെ സ്വർഗത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കുക. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ തർഗീബിൻ്റെയും തർഹീബിൻ്റെയും ഇടയിൽ അവരുടെ കൽബുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ സ്വർഗത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവർക്ക് മനസ്സുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും. നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന സമയത്ത് തിന്മകൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കും. ഒരു മുഅ്മിൻ്റെ കൽബ് എപ്പോഴും ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലായിരിക്കണം. തിന്മകൾ ചെയ്യാൻ പേടിയായിക്കൊണ്ട് ഖൗഫ് അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എന്നാൽ പൂർണ്ണമായും ഖൗഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ ശരിയാവുകയില്ല. അതോടൊപ്പം തന്നെ റജാ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചിന്തിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ അവൻ മുന്നേറാനുള്ള ചിന്തയും അവനുണ്ടാക്കണം. ഈ 2 കാര്യങ്ങളും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ ഒരു മുഅ്മിനിൻ്റെ കൽബിലുണ്ടാകണമെന്നുള്ളതാണ്. ഇവിടെ മുശ്രിക്കുകൾക്കുള്ള നരകശിക്ഷയെക്കുറിച്ച് പറഞ്ഞയുടൻ ഇതിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം എന്നുള്ള സൂചനയാണ് അല്ലാഹു നൽകുന്നത്. ആർക്കാണ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത്? ഇന്നല്ലദീന ആമനു, ആദ്യം പറഞ്ഞത് വിശ്വസിച്ച ആളുകൾക്ക് എന്നാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? ഈമാൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. വളരെ പ്രസിദ്ധമായ ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വഹാബികളെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിൽ അഖ്ബിർനി അനിൽ ഈമാൻ, നബിയെ ഈമാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. ഉദ്ദേശം കൂടെയുള്ള സ്വഹാബികൾക്ക് കാര്യം മനസ്സിലാകണം, മുഅ്മിനീങ്ങൾക്ക് എന്താണ് ഈമാൻ എന്ന് മനസ്സിലാകണം എന്നതിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വ മലായികതിഹി വ കുതുബിഹി, അവൻ്റെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി വൽ യൗമിൽ ആഖിർ, അതുപോലെ അവൻ്റെ പ്രവാചകന്മാരിലും അതുപോലെ തന്നെ ആഖിറത്തിലും വിശ്വസിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു അൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വ ശർരി, ഖദറിൽ വിശ്വസിക്കണം, അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കണം. ആ 6 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്. ഒപ്പം തന്നെ അല്ലാഹു തആല പറയാണ് വ അമിലുസ് സാലിഹാത്ത്, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരാൾ വിശ്വാസം സ്വീകരിച്ചിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഹൃദയത്തിൽ നല്ല വിശ്വാസമുണ്ട്, അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് കാര്യമില്ല. ഇന്നല്ലദീന ആമനു വ അമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിക്കുക എന്നുള്ളത്
നിർബന്ധമായ കാര്യമാണ്. എന്താണ് അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്നത്? അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്നത് കേവല കർമ്മങ്ങൾക്ക് അമലുസ്സാലിഹാത്ത് എന്ന് പറയില്ല. അമലുസ്സാലിഹാത്ത് ആവണമെങ്കിൽ അത് 2 അടിസ്ഥാനങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടതായിരിക്കണം, 2 നിബന്ധനകൾ പാലിക്കപ്പെട്ടതായിരിക്കണം. ഒന്ന് അൽ ഇഖ്ലാസു ലില്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതിനെ അമലുസ്സാലിഹാത്ത് എന്ന് പറയുള്ളൂ. അള്ളാഹു തആലക്ക് ചെയ്യുന്നതോടൊപ്പം മറ്റൊരാളുടെ പ്രീതി ഒരാൾ ഉദ്ദേശിക്കുകയാണ്, പുകഴ്ത്തലുകളോ അല്ലെങ്കിൽ അയാളുടെ പ്രശംസ പിടിച്ചു പറ്റലോ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതിന് അമലുസ്സാലിഹാത്ത് എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയില്ല. ജനങ്ങൾ ചിലപ്പം പറഞ്ഞേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് സഹോദരങ്ങളെ ഒരു പ്രവൃത്തി സാലിഹായ പ്രവൃത്തിയാകണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കുന്ന പ്രവൃത്തിയാകണമെങ്കിൽ അത് അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? അന അഗ്ന ശുറക്കാഇ അനി ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആളുകളോട് പങ്കു ചേർത്തിട്ടുള്ള അമലൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ തറക്തുഹു വശിർക, ആരെങ്കിലും എനിക്ക് ഒരമൽ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളെയും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ആ പ്രവൃത്തി എനിക്ക് വേണ്ടതില്ല, അത് ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രവൃത്തികൾ അമലുസ്സാലിഹാത്താണ്. ഈ പറയുന്ന സ്വർഗം കിട്ടണമെങ്കിൽ ഇന്നല്ലദീന ആമനു അമലുസ്സാലിഹാത്ത്, അമലുസ്സാലിഹാത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഒന്നാമത് ഇഖ്ലാസ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരുപാട് തവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, പ്രവർത്തിക്കാത്ത, പറഞ്ഞു തരാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടും. ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരാൾക്കും ഒരു കാലഘട്ടത്തിലും സ്വന്തമായി കണ്ടെത്താനോ പുതിയ അമലുകൾ കൊണ്ടുവരാനോ അയാൾക്ക് അർഹതയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിലൂടെ വഹയിലൂടെ അല്ലാതെ മറ്റൊരാൾക്കും അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ശരീഅത്തിൽ പുതിയ ഒരു ദിക്ർ കൊണ്ടുവരാൻ പോലും ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് അല്ലാഹു തആലയോടുള്ള വെല്ലുവിളിയാണ്, ധിക്കാരമാണ്. അത് അല്ലാഹു തആല സ്വീകരിക്കുകയുമില്ല, അല്ലാഹു തള്ളിക്കളയും. ഇഖ്ലാസും ഇത്തിബാവുമുള്ള അമലുകളെയാണ് സഹോദരങ്ങളെ സാലിഹായ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്നല്ലദീന ആമനു, വിശ്വസിക്കണം. നമ്മൾ പറഞ്ഞു ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കണം. എന്താണോ വിശ്വസിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഒരാൾ വിശ്വസിക്കണം. വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്താണ് അവർക്കുള്ളത്? ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്ത് അരുവികളുള്ള സ്വർഗീയ പൂന്തോപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. ലഹും, അവർക്കുണ്ട് എന്ന് പറയുന്നത് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്, ദുനിയാവിലല്ല. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ജന്നാത്തുൻ, തോട്ടമുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടത്തിൻ്റെ വലിയൊരു സിഫത്തായിട്ട്, അതിനുള്ള ഒരു വിശേഷണമായിട്ട് പറയുകയാണ്, ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് അരുവികളുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആ അരുവികളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ അരുവികളെ പോലെയല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു കൽബിൽ പോലും അതിൻ്റെ ചിന്തകൾ അത് മറഞ്ഞു പോയിട്ടില്ല, ആ ചിന്തകൾ അതിലൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളതാണ്. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അത് അറിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഞാനിതാ എൻ്റെ അടിമകൾക്ക് സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത ഒരാളും കണ്ടിട്ടില്ല, ഒരാൾക്കും അതിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ല. ഒരാളുടെ ഹൃദയത്തിൽ പോലും, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും അതിലുള്ള ചിന്തകൾ അത് കടന്നു പോയിട്ടില്ല. അങ്ങനെയുള്ള സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ജന്നാത്തുണ്ട്, തോട്ടങ്ങളുണ്ട്, അതിൽ ഈന്തപ്പനയുണ്ട്, അതിൽ റുമാനുണ്ട്, അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതുപോലെ, ലൈസ ഫിദ് ദുനിയ ഷൈഉൻ മിമ്മാ ഫിൽ ജന്ന ഇല്ലൽ അസ്മാഇ ഫഖത്ത്.
ദുനിയാവിലുള്ള ചില കാര്യങ്ങളൊക്കെ സ്വർഗ്ഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേവലം പേരുകളിൽ മാത്രമാണ്. നമുക്കൊരു തസവ്വർ, ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ അള്ളാഹു താല പറഞ്ഞു തന്നതാണ്. ഇന്ന ഫ്രൂട്ടുകളുണ്ട്, ഇന്ന ഫലങ്ങളുണ്ട് എന്നുള്ളത്. അതല്ലാതെ അതുപോലെയുള്ളതല്ല, മറിച്ച് ഏറ്റവും മനോഹരമായതായിരിക്കും, മടുപ്പ് വരാത്തതായിരിക്കും, രുചികരമായതായിരിക്കും. കഴിച്ചാൽ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഒരാൾക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള മനോഹരമായ കാര്യമാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തോട് പോകുന്ന തോട്ടങ്ങൾ, അരുവികളുണ്ട് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ അരുവികൾക്ക് നമ്മുടെ ദുനിയാവിലുള്ളതുപോലെ ചാലുകൾ ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് വലിയ പ്രത്യേകതയിൽപ്പെട്ടതാണ്. നമ്മൾ ദുനിയാവിലുള്ള അരുവികളൊക്കെ ഒരു ചാലുകളിലൂടെ ആയിരിക്കും പോകുക. അതിങ്ങനെ ഭൂമിയുടെ പരപ്പിൽ ഒഴുകുകയില്ല, അങ്ങനെ ഒഴുകാൻ സാധിക്കില്ല. ഒരു ചാല് വേണം, ഒരു കുഴി വേണം, അതിലൂടെ ആയിരിക്കും അരുവികളായിട്ടുള്ള കാര്യങ്ങൾ പോവുക. എന്നാൽ സ്വർഗ്ഗത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സ്വർഗ്ഗത്തെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ നൂനിയ എന്ന് പറയുന്ന, നൂനിൽ അവസാനിക്കുന്ന ബൈത്തുകളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൻഹാറുഹ ഫി ഗൈരി ഉഖ്ദൂദിൻ ജറത് സുബ്ഹാന മുംസികുഹ അനിൽ ഫൈദാനി. അതിലുള്ള അൻഹാറുകൾ, നദികൾ, അതിന് എന്തില്ല, ഫി ഗൈരി ഉഖ്ദൂദിൻ ജറത്, അത് സഞ്ചരിക്കുന്നത്, അതിന് ചാലുകളില്ല, കിടങ്ങുകളില്ല. ആ ചാലുകളിലൂടെയല്ല അതിൻ്റെ നദികൾ സഞ്ചരിക്കുന്നത്. സുബ്ഹാന മുംസികുഹ അനിൽ ഫൈളാനി, അതൊഴുകാതെ അതിനെ പിടിച്ചു വെക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായിട്ടാണ്, ചിന്തിച്ചു നോക്കുക, അതിൽ ഈ ചാലുകളില്ലാതെ അതിങ്ങനെ ഒഴുകുന്നതായിരിക്കും. എന്നാൽ ഇത് ഇപ്പുറത്തേക്ക് ഒഴുകിയിട്ട് തൊട്ടടുത്ത് വസിക്കുന്ന ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. ആ മനോഹരമായ രൂപത്തിൽ അള്ളാഹു തആല സ്വർഗ്ഗത്തിലുള്ള അൻഹാറുകൾ, നദികൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. സൂറത്തു മുഹമ്മദിൽ ആ നദികൾ എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൻ്റെ ഉപമ, അതിൽ എന്തുണ്ട്, ഫിഹ അൻഹാർ, അതിൽ അൻഹാറുകളുണ്ട്, നദികളുണ്ട്. മിൻ മാ ഇൻ ഗൈരി ആസിനിൻ, ഒരു കലർപ്പുമില്ലാത്ത വെള്ളമാണ് അതിലുള്ളത്. മിൻ മാ ഇൻ ഗൈരി ആസിൻ, ഒരു കലർപ്പുമില്ലാത്ത വെള്ളമാണ് അതിലുള്ളത്. വ അൻഹാറു മിൻ ലബൻ, പാലിൻ്റെ അരുവികൾ അതിലുണ്ട്. ലം യതഗയ്യർ തഅമുഹു, പാലാണെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ രുചി മാറുമെന്ന് ആരും പേടിക്കണ്ട, അങ്ങനെ രുചിയൊന്നും മാറുകയില്ല. വ അൻഹാറു മിൻ ഖംറിൻ, അതുപോലെ മദ്യത്തിൻ്റെ അരുവികളുണ്ട്. അത് ലദ്ദത്തിൽ ലിശാരിബിൻ, കുടിക്കുന്നവർക്ക് വളരെയധികം ടേസ്റ്റുള്ള രുചികരമായ നദി അതിലുണ്ട്. വ അൻഹാറു മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിച്ചെടുത്ത തേന്, അതിൻ്റെ അരുവികളും അതിലുണ്ട്. അപ്പോൾ ഒരു കലർപ്പില്ലാത്ത വെള്ളം, അത് കുടിക്കേണ്ടവർക്ക് അതുണ്ട്. ഒരു നിറപ്പകർച്ചയില്ലാത്ത, രുചിമാറ്റമില്ലാത്ത പാലതിലുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ അരുവികളുണ്ട്, തേനിൻ്റെ അരുവികളുമുണ്ട്. എന്താണ് മനുഷ്യന് വേണ്ടത്? എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ദാലിക്കൽ ഫൗസുൽ ഖബീർ. ഇതൊക്കെ ഒരാൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ഫൗസ്, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ്. ഫൗസ് എന്നുള്ള വാക്ക് കേവല വിജയം എന്ന് പറഞ്ഞാൽ ഒതുങ്ങുന്ന വാക്കല്ല. പണ്ഡിതന്മാർ അതിനെ പറയാറുള്ളത് ഹുവ ഇബാറത്തുൻ അൻ ഹുസൂലിൽ മത്ലൂബി വ സവാലിൽ മക്രൂഹ്. അത് ഒരു വാക്കാണ്. എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കിട്ടും. അതാണ് ഫൗസ് എന്ന് പറയുന്നത്. വിജയം എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. വജവാലിൽ മക്രൂഹ്, എന്തെല്ലാം നിസ്സാരമായ ഒരു കാര്യം പോലും ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളിൽ നിന്നും അകന്നു പോകുക. ഇതാണ് ഒരാൾക്ക് ഫൗസ് കിട്ടുക. ഫൗസാണ് എന്ന് പറയുന്നത്. അവൻ സ്വർഗം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിലാകട്ടെ ഒന്നും നീങ്ങിപ്പോകുകയില്ല. സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒന്നും നീങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ രോഗം നിശ്ചയിച്ചിട്ടില്ല, അതിൽ മരണമില്ല. ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരിക്കൽ പോലും അതിൽ നിന്നും പുറത്തു കിടക്കേണ്ട ഒരവസ്ഥ അവനില്ല. അപ്പം അങ്ങനെയുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇത് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയാണ്. അല്ലെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആയത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ പീഡിപ്പിക്കുന്ന മുശ്രിക്കുകൾക്ക്, മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർ തൗബ ചെയ്യാതെ മടങ്ങുകയാണെങ്കിൽ നരകമുണ്ട് എന്ന് പറഞ്ഞയുടൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള ക്രൂരമായ പ്രവൃത്തികളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾക്ക് ഈ സ്വർഗമുണ്ട് എന്ന് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ചു, എന്നിട്ട് പേടിയില്ല, ഇതാ സ്വർഗവുമുണ്ട് എന്നും അറിയിക്കുകയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അത് പ്രേരകമാകട്ടെ എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ അവൻ്റെ ശിക്ഷയെക്കുറിച്ച്, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്,
തീർച്ചയായും നിൻ്റെ റബ്ബിൻ്റെ ബത്തുഷ്, റബ്ബിൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ലശദീദ്, അത് കഠിനമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. നിൻ്റെ റബ്ബിൻ്റെ പിടുത്തം എന്ന് പറയുന്നത് റബ്ബിൻ്റെ അദാബ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ പിടിക്കുകയാണ് എങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷെ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ലാകിന്നഹു ലിമൻ യസ്തഹിഖു ദാലിക്, അത് അർഹിക്കുന്ന ആളെ റബ്ബ് പിടിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും പിടിച്ചുപദ്രവിക്കുക, മുഴുവൻ മനുഷ്യരെയും കടുത്ത പിടുത്തം അവർക്കുണ്ടാക്കുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്നതല്ല. മറിച്ച് അതിന് അർഹതയുള്ള ആ വൃത്തികെട്ട ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുക. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ റഹ്മത്താണ്. അവൻ എത്ര ആളുകൾക്കാണ് പുറത്തു കൊടുത്തിട്ടുള്ളത്, എത്ര ആളുകളുടെ തിന്മകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിട്ടുള്ളത്, എത്ര അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയിട്ടുള്ളത്, എത്ര മുസീബത്തുകളിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ രക്ഷിച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ കറം എന്ന് പറയുന്നത് അത് വളരെ വിശാലമാണ്. പക്ഷേ ഇതിലൊന്നും നിൽക്കാതെ റബ്ബിനെ നന്ദികേട് കാണിച്ചുകൊണ്ട് റബ്ബിൽ നിന്നും കുതറിയോടുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കഴിഞ്ഞാൽ അതൊരു പിടുത്തമായിരിക്കും. ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിൻ്റെ പിടുത്തം, ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമായതാണ്. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്. സൂറത്ത് ഹൂദിൽ അള്ളാഹു തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അപ്രകാരമാണ്. അതായത് ഒരു ജനവിഭാഗം, ഒരു നാട് മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, അള്ളാഹു വേദനയേറിയ പിടുത്തം, വേദനയേറിയ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കുമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യമാണ്. ഇത് മുശ്രിക്കുകൾക്കുള്ള താക്കീതാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്, തീർച്ചയായും അവൻ തന്നെയാണ് ആരംഭിക്കുന്നതും തീർച്ചയായും അവൻ തന്നെയാണ് അത് ആവർത്തിക്കുന്നതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ആരംഭിക്കുന്നു, എന്ത് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിറുകൾ പറയുന്നു, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അല്ലാഹു തആലയാണ് മനുഷ്യൻ്റെ പടപ്പിനെ ആരംഭിച്ചത്, അല്ലാഹു തആലയാണ് ആ പടപ്പിനെ ആവർത്തിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അല്ലാഹുവിൻ്റെ കലാമായ ഖുർആൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ആരംഭിച്ചതാണ്. അവനാണിത് സംസാരിച്ചത്. അവസാനം ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരാളും ഈ ഭൂമിയിലില്ലാത്ത സമയത്ത് ഈ കലാം ഇത് മുസ്ഹഫുകളിൽ നിന്നും അപ്രത്യക്ഷമായി അല്ലാഹു തആലയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ്. അന്ന് ആർക്കും ഇത് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ആരംഭിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിക്കുകയും അവസാനം അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്, തീർച്ചയായും അവൻ തന്നെയാണ് ആരംഭിക്കുന്നതും തീർച്ചയായും അവൻ തന്നെയാണ് ആവർത്തിക്കുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നമ്മളെ കാര്യം ചിന്തിച്ചു നോക്കൂ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹ്, തീർച്ചയായും നമ്മൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മുസീബത്ത് കേൾക്കുമ്പോൾ, മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനും ചുറ്റുമുള്ള ആളുകൾക്ക് ആശ്വാസം പകരാനും പറയുന്ന വാക്കാണത്. നമ്മൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, നമ്മൾ അല്ലാഹുവിൽ നിന്ന് വന്നവരും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരുമാണ് എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലാഹുവാണ് ആദ്യം പടക്കുന്നത്, അത് ആവർത്തിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവനിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെ മടക്കവും. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്, അല്ലാഹു തആലയുടെ ചില മഹത്തരമായ വിശേഷണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നു വഹുവൽ ഗഫൂറുൽ വദൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഗഫൂറാണ്, അവൻ അൽ വദൂദാണ്. അപ്പം അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ നമ്മൾ ശരിക്കും പഠിക്കണമെന്ന് പറയുന്നത് സഹോദരങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പം അള്ളാഹുവിൻ്റെ 2 അസ്മാകളാണ് ഇവിടെ പറയുന്നത്. അതിൽ മഹത്തരമായ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു അൽ ഗഫൂറാണ്, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനാണ്. എന്താണ് സഹോദരങ്ങളെ ഗഫൂർ എന്നുള്ള വാക്ക്? നമ്മൾ കേവലം അതിൻ്റെ പരിഭാഷ എടുത്ത് നോക്കുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അല്ലെങ്കിൽ എല്ലാം പുറത്തു തരുന്നവനാണ് എന്ന് മാത്രമായിരിക്കും കാണുക. പക്ഷേ ഗഫൂർ എന്നുള്ള വാക്കിനർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അത് സത്രു ദംബി വൽ അഫു അൻഹു, ഒരു പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുകയും ചെയ്യും, അത് അല്ലാഹു തആല അതിന് മാപ്പ് നൽകുകയും ചെയ്യും. അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഒരിക്കൽ പോലും ഒരാളെയും അറിയിക്കുകയില്ല. അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യം. ഒരു തിന്മ സംഭവിച്ച ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം ദുനിയാവിൽ അത് മറച്ചു വെക്കും. അതുപോലെ തന്നെ ആഖിറത്തിലും ഒരാൾ പോലും സഹോദരങ്ങളെ അറിയുകയില്ല. നമ്മൾ ഹിസാബിൻ്റെ വിചാരണയെക്കുറിച്ചിട്ടുള്ള ഹദീസുകൾ ധാരാളം കേട്ടിട്ടുണ്ടാകും.
ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത ആളുകൾ അവരെ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവരെ വഷളാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുമായി ഒറ്റക്കായിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മറ്റുള്ളവർ കാണാതിരിക്കുന്നതിന് വേണ്ടി ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് ആ തിന്മകൾ ഓരോന്നോരോന്നായി ഇന്നാൽ ഇന്ന ദിവസം ഇന്നത് ചെയ്തിട്ടില്ലേ, ഇന്നാൽ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് അവരെ അറിയിക്കുകയാണ്. ഇതോരോന്നും കാണുന്ന സമയത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് നശിച്ചത് തന്നെ എന്ന് തീരുമാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കുണ്ട്, ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ വ അന അഗ്ഫിറു ലഹാ ലക്കൽ യൗം വഅന അഗ്ഫിറുഹ ലക്കൽ യൗം. ഇതാ ദുനിയാവിൽ നിനക്കിതെല്ലാം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആഖിറത്തിൽ ഈ ദിവസം ഞാനിതാ നിനക്കെല്ലാം പുറത്തു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയ ഒരു കാര്യമാണ്, അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തിന്മകൾ നന്നായി പുറത്ത് നന്നായി മറച്ചു വെക്കുമെന്നുള്ളത്. ബനു ഇസ്രായേലുകാരിൽ അവർ പറയപ്പെട്ടതായി കാണാം. ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ബനു ഇസ്രായേലുകാരിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ മുകളിൽ അവൻ ആ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി വെക്കും. അവൻ വഷളാകുന്നതിന് വേണ്ടി തന്നെ, അവൻ വഷളാകുന്നതിനും കുറവാകുന്നതിനും വേണ്ടി തന്നെ ആ രൂപത്തിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ഉമ്മത്തിന് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിട്ടില്ല. തിന്മകൾ സംഭവിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മുഅ്മിന് തിന്മ സംഭവിച്ചു എന്നറിഞ്ഞാൽ അല്ലാഹു അത് അവന് മറച്ചു കൊടുക്കണം, അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യവും അറിയിക്കുകയാണ്. മൻ സതറ മുഅ്മിനൻ സതറഹുല്ലാഹ്. ആരെങ്കിലും ഒരു മുഅ്മിൻ്റെ തിന്മ അത് മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അതിൻ്റെ പ്രതിഫലമായി അവൻ്റെ തിന്മകളും അല്ലാഹു മറച്ചു വെക്കും എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. തിന്മകൾ പരസ്യപ്പെടുത്താൻ, ആളുകളെ കുറവാക്കാൻ, വഷളാക്കാൻ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. തിന്മകൾ മറച്ചു വെക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. വഹുവൽ ഗഫൂർ. അല്ലാഹു തആല എല്ലാം ആ രൂപത്തിൽ പുറത്തു തരുന്ന, മറച്ചു വെക്കുന്ന അൽ ഗഫൂറായ റബ്ബാണ് നിങ്ങളുടേത്. അതുപോലെ തന്നെ അൽ വദൂദ്. അല്ലാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് റബ്ബു സുബ്ഹാനഹു വ തആല. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ മഅഖൂദത്തും മിനൽ വുദ്, സ്നേഹത്തിൽ നിന്നും വന്ന വാക്കാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ അങ്ങേയറ്റം സ്നേഹമുള്ളവൻ എന്നാണ്. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ സ്നേഹിക്കുന്നവനാണ്, ചില സ്ഥലങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾ അവൻ സ്നേഹിക്കുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു. രണ്ടും അതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. വദൂദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്ബൂബ് എന്നും എല്ലാവരാൽ സ്നേഹിക്കപ്പെടുന്ന, അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ സ്നേഹിക്കപ്പെടുന്ന റബ്ബാണ് അവൻ. അതുപോലെ അവൻ ഹാബാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ദീനിൽ നിന്നും പിന്നോട്ടടിച്ച് മുർത്തദായി പോയാൽ, ഈ ദീനിൽ നിന്നും മാറിപ്പോയാൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ. അല്ലാഹു ഒരു ജനതയെ പിന്നെയും കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്ന ആ ജനവിഭാഗമായിരിക്കും, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കാനുള്ള കാരണമെന്ന് സൂറത്തു ആലു ഇമ്രാനിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ പറയുക, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, എൻ്റെ സുന്നത്തുകൾ അത് പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അൽ വദൂദാണ്, അവൻ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അതിൽ തന്നെ കാണാൻ സാധിക്കും ചില പ്രത്യേക വ്യക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ കാണാം. ഖൈബർ യുദ്ധ സമയത്ത് മുഅ്മിനീങ്ങൾ ജൂതന്മാരുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ഖൈബർ എന്ന് പറയുന്ന സ്ഥലത്ത്, മദീനയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ലഉതിയന്ന റായത ഗദൻ, ഞാൻ നാളെ ഈ യുദ്ധത്തിൻ്റെ പതാക ഒരാളെ ഏൽപ്പിക്കുന്നതായിരിക്കും. അയാളായിരിക്കും ഈ യുദ്ധത്തിൻ്റെ നേതാവ്, അയാളായിരിക്കും. ആ വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹം റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹും റസൂലും അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുവനാണ് ഞാൻ നാളെ ഈ പതാക ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന്
മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ജനങ്ങളെല്ലാം ആരായിരിക്കും അത് എന്ന് പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും മനസ്സുകൊണ്ട് അത് ഞാനായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാം, അതിലല്ല കാര്യം, അള്ളാഹു നമ്മളെ തിരിച്ചിഷ്ടപ്പെടണം, അതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു ആണത് എന്ന് പറയുകയും അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് രോഗമായി പ്രയാസപ്പെട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീര് കൂട്ടിക്കൊണ്ട് അത് കണ്ണിൽ ആ ഉമിനീര് ആക്കിക്കൊണ്ട് ആ രോഗം ഷിഫയാക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി ആ ഷിഫയാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരിക്കലും യുദ്ധസമയത്ത് അയാളെക്കുറിച്ച് പറയപ്പെട്ടു, അയാൾ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും അയാൾ സൂറത്തു അൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു സൂറത്ത് ഓതിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അയാൾ അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. ഏത് നിസ്കാരമാണെങ്കിലും അതിൻ്റെ അവസാനത്തിൽ അയാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അഥവാ ഒരു സൂറത്ത് ഓതിയിട്ടുണ്ട് എങ്കിൽ അടുത്തത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അയാൾ അങ്ങനെയാണ് എല്ലാ നിസ്കാരവും നിർവഹിക്കുന്നത്. ഇത് സഹാബികൾ ഇത് പതിവില്ല. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലൂഹു ലി അയ്യി ഷൈഇൻ കാന യസ്നഉ ദാലിക്. അയാൾ ചോദിക്കുക എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്നഹാ സിഫത്തുല്ലാഹ് വ അന ഉഹിബ്ബു അൻ അഖ്റാഹ. അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ഒരു സൂറത്താണ്, അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു. അവനെ അറിയിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വഹീനാൽ അറിഞ്ഞതാണ്. അതല്ലാതെ നമുക്കങ്ങനെ തോന്നുന്ന രൂപത്തിൽ പുതിയ ഇബാദത്തുകൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അംഗീകരിച്ചത് കൊണ്ടാണ് അതെന്തായിട്ടുള്ളത്, അത് തെറ്റാകാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്കങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അള്ളാഹു താലയുടെ ഹിക്മത്തിൽപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങൾ, അള്ളാഹു താല ചില പ്രത്യേക വിശേഷണങ്ങളുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അണിയണിയായി യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക വ്യക്തികളെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക വിശേഷണമുള്ള ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക സ്ഥലങ്ങളെയും അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹബ്ബുൽ ബഖാ ഇലല്ലാഹ് മസാജിദുഹ, അള്ളാഹുവിൻ്റെ നാടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള രാജ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നാട് അത് മക്കയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദാണ്, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഹുവൽ ഗഫൂറു അൽ വദൂദ്, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു ദുൽ അർശിൽ മജീദ്, മഹത്തരമായ അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമയുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തആല ദുൽ അർശിൽ മജീദ്, അവൻ അർഷുണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അർഷ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലാണ് ആരോഹിതനായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഇസ്തിവാ അത് അർഷിലാണ്, 7 ആകാശത്തിന് മുകളിലാണ് അർഷുള്ളത്. അതിനു മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു സുബ്ഹാനഹു വ തആല അർഷിൽ അവന് യോജിക്കുന്ന രൂപത്തിലുള്ള സിംഹാസനത്തിൽ അവൻ ആരോഹിതനായിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദുൽ അർശി അൽ മജീദു എന്നാൽ ഖിറാഅത്തുണ്ട് അൽ മജീദു. നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് ദുൽ അർശിൽ മജീദ് തന്നെയാണ് എങ്ങനെയും നമ്മൾ ഓതുക. അവിടെ ഏത് ഹറക്കത്ത് ഉണ്ടായാലും നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമം സുക്കൂനിൽ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഏതായത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദുൽ അർശിൽ മജീദി എന്നാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മജീദ് എന്ന് പറയുന്ന മഹത്തരമായത് എന്ന് പറയുന്നത് അത് അർഷിൻ്റെ വിശേഷണമായി തീരും. അത് ശരിയായ കാര്യമാണ്. ഹദീസിൽ അർഷിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ചുമൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ്. ദുൽ അർശിൽ മജീദു എന്നാണ് ഓതുന്നത് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമായി തീരും. അവൻ അൽ മജീദാണ്. ഇന്നക ഹമീദും മജീദ് എന്ന് നമ്മൾ തശഹുദിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അവൻ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ 2 അർത്ഥങ്ങൾ വരാറുണ്ട്. അർഷിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ പടപ്പ് അത് അർഷാണ്. അർഷിനേക്കാൾ വലിപ്പമുള്ള ഒരു പടപ്പില്ല. അർഷിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം കുർസിയെക്കുറിച്ച് അറിയണം. കുർസി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാദപീഠമാണ്. മൗദിഉൽ ഖദമൈൻ എന്നുള്ളതാണ് കുർസി എന്ന് പറയുന്ന അർത്ഥം. അധികാരപീഠം എന്നല്ല.
അങ്ങനെ ഏതെങ്കിലുമൊക്കെ തഫ്സീറിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ശരിയായ അർത്ഥമല്ല. മറിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ, സ്വഹാബികൾ അതിന് കൊടുത്ത വിശദീകരണം മൗളിഉൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ. അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരു സിഫത്താണെങ്കിലും സഹോദരങ്ങളെ നമ്മളേതുപോലെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്തിത്വത്തെക്കുറിച്ച് ഏതാകട്ടെ, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുമ്പോഴാകട്ടെ, കാലുണ്ടെന്ന് പറയുമ്പോഴാകട്ടെ, അത് അവന് യോജിക്കുന്ന രൂപത്തിലാണ്, നമ്മുടേതുപോലെയല്ല. നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ പറയുന്ന വിശേഷണങ്ങളെയും നമുക്ക് അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മളത് അതുപോലെയുണ്ട്, അള്ളാഹു യോജിക്കുന്നത് പോലെയുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് കുർസി എന്ന് പറഞ്ഞ കസേര എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗളിഉൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ അള്ളാഹു അർശിലാണ്, അവൻ്റെ കാൽപാദങ്ങൾ കുർസിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ കുർസിയെക്കുറിച്ച് പറയുന്നത് ഈ പറയുന്ന ആകാശഭൂമികളുമെല്ലാം, നമ്മൾ ഈ ലോകത്തുള്ള മുഴുവൻ ആകാശഭൂമികളും ഈ കുർസിയും തമ്മിലുള്ളൊരു വിശേഷണം പറയുന്നുണ്ട്, അത് തമ്മിലുള്ളൊരു ബന്ധം പറയുന്നുണ്ട്. അത് എപ്രകാരമാണെന്ന് വെച്ചാൽ, കുർസിയുടെ അകത്ത് ഈ കാണുന്ന ദുനിയാവ് മുഴുവൻ, 7 ആകാശങ്ങളും ഭൂമികളും എല്ലാം കൂടി വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിലൊരു വളയം വെച്ചതുപോലെ ഉണ്ടാവുകയുള്ളൂ. ചെറിയൊരു വളയം നമ്മൾ മോതിരം കൊണ്ടുപോയി വലിയ മരുഭൂമി കൊണ്ടിട്ടാൽ കാണാൻ പോലും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ത് കുർസിയുമായി നമ്മൾ ഈ കാണുന്ന മുഴുവൻ ലോകങ്ങളെയും നമ്മൾ നോക്കിയാൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ കുർസിയും അർഷും തമ്മിൽ ബന്ധമുണ്ടാകണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന കുർസിയും അർഷും വലിയൊരു മരുഭൂമിയിൽ ഒരു വളയം വെച്ചതുപോലെ കുർസി അർഷിനെ സംബന്ധിച്ചിടത്തുണ്ടാവുകയുള്ളൂ. അല്ലാഹു അക്ബർ. അപ്പോൾ ആ കുർസിയുടെ വലിപ്പം അതത്ര വലുതാണ്, അതിനേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർഷ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ എത്രയോ വലുതാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവിനേക്കാൾ വലിപ്പമുള്ളൊന്നുമില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും വലുത് അവൻ്റെ അർഷാണ്, അവൻ്റെ സിംഹാസനമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദുൽ അർഷിൽ മജീദ്, അത് അർഷിൻ്റെ വിശേഷണമായി പറഞ്ഞാലും ശരി, അള്ളാഹുവിൻ്റെ വിശേഷണമായി പറഞ്ഞാലും ശരി, അൽ മജീദു എന്നാണെങ്കിലും അൽ മജീദി എന്നാണെങ്കിലും അത് യോജിക്കുന്ന അർത്ഥമാണ് എന്ന് മനസ്സിലാക്കുക. ആ അർഷിൻ്റെ താഴെയാണ് സ്വർഗം എന്നുള്ളത്. ആ അർഷിൻ്റെ താഴെയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉപരിഭാഗമാണ്, മുകളിലുള്ള ഭാഗമാണ് അർഷ് എന്നുള്ളത് സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മറ്റു ചില വിശേഷണങ്ങൾ പറയുന്നു. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഫഅാലാണ്, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തിക്കുന്നവനാണ്, തികച്ചും പ്രവർത്തിക്കുന്നവൻ. ഫഅാൽ എന്ന് പറയുന്നത്, ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഫഅാൽ എന്ന് പറഞ്ഞാൽ ആ വസനിലേക്ക് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തികച്ചും പ്രവർത്തിക്കുന്നവനാണ്. അഥവാ അള്ളാഹുവിനെ തടയാൻ നമുക്കൊരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു അങ്ങനെ തന്നെയേ ചെയ്യുകയുള്ളൂ. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യും. എന്നാൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ വളരെയധികം എല്ലാ രൂപത്തിലെ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ഉണ്ടാക്കിയാലും ചിലപ്പോൾ നമ്മുടെ തന്നെ മനസ്സ് മാറും. അങ്ങനെ അവസ്ഥ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയാലും നമുക്കത് ചെയ്യാൻ സാധിക്കാതെ വരും. കാരണം അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവനല്ല. അവൻ ഫഅാലുൽ ലിമാ യുരീദ്, എന്താണ് അവൻ ഉദ്ദേശിച്ചത് അത് തികച്ചും പ്രവർത്തിക്കുന്നവനാണ്. അത് പരിപൂർണമായി കുറവുകൾ വരുത്താത്ത രൂപത്തിൽ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രവർത്തിക്കുന്നതായിരിക്കും. അത് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തടയാൻ ആരുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. ശേഷം അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ പറയാൻ. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ്. ഹൽ അതാക ഹദീസുൽ ജുനൂദ്, നബിയെ താങ്കൾക്ക് ആ സൈന്യങ്ങളുടെ വർത്തമാനം വന്നെത്തിയിട്ടില്ലേ? ആ ചില സൈന്യങ്ങളുണ്ടായിരുന്നു, അള്ളാഹുവിന് നേരെ പുറപ്പെട്ട ചില സൈന്യങ്ങളുണ്ടായിരുന്നു ഭൂമിയിൽ, അവരുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ? ആരാണത്? ഫിർഔന വസമൂദ്, ഫിർഔനിൻ്റെയും സമൂദിൻ്റെയും വർത്തമാനം. ഇത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം തന്നെയാണ്. പക്ഷേ ആ കാര്യത്തെ ഒന്നുകൂടി ഉണർത്തുകയാണ്. ഫിർഔനിൻ്റെയും സമൂദിൻ്റെയൊക്കെ കാര്യം നബിയെ താങ്കൾക്കറിയാമല്ലോ, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് അള്ളാഹു തആല ഇങ്ങനെ കഴിഞ്ഞുപോയ ഈ ഫിർഔനിൻ്റെയും അതുപോലെ സമൂദ് ഗോത്രത്തിൻ്റെയൊക്കെ സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഫിർഔൻ എത്ര വലിയ ക്രൂരനായിരുന്നു, ധിക്കാരിയായിരുന്നു, ലോകം ഭരിക്കുന്ന, അടക്കി ഭരിക്കുന്ന ഏകാധിപതിയായിരുന്നു എന്നെല്ലാവർക്കും അറിയുന്നതാണ്.
അങ്ങനെ ഉണ്ടായിരുന്ന ഫിർഔനിൻ്റെ പര്യവസാനം എന്തായിരുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. അന്നുണ്ടായിരുന്ന, ഇത് മക്കിയായ സൂറത്താണ്, അന്നുണ്ടായിരുന്ന പ്രയാസം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിക്കൊണ്ടാണ്. നിങ്ങളിതൊന്നും പേടിക്കണ്ട. ഈ മക്കയിലെ അബൂലഹബും അബൂജഹലൊക്കെ വിചാരിച്ച് എല്ലാവരും കൂടി നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ ആളുകൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിലംപരിശാക്കിയിട്ടുണ്ട്. സമൂദ് ഗോത്രം എന്താണ് അവരുടെ ഗർവം എന്തായിരുന്നു? അവർ പാറകൾ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കിയ ആളുകളാണ്. അത്രയും ശക്തരായ ബലവാന്മാരായ ആളുകളും പാറകൾ തന്നെ തുരന്നിട്ട് അതിൽ കൊട്ടാരങ്ങളും സൗധങ്ങളും പണിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അതിൽ ജീവിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇല്ലാതാക്കി കളഞ്ഞു, ഭൂലോകത്തുനിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ പറയുന്ന വലിയ ശക്തർ കടന്നു പോയിട്ടുണ്ട്. അത്രയൊന്നും ഈ പറയുന്ന മക്കയിലെ ഖുറൈശികളില്ല, അവർ സാധാരണ മനുഷ്യരാണല്ലോ. ഈ പറയുന്ന അധികാരം കൊണ്ട് കഴിവുള്ള മിസ്റിനെ അടക്കി ഭരിച്ചിരുന്ന, ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഫിർഔൻ കടന്നു പോയിട്ടുണ്ട്. അത്രയൊന്നും നിങ്ങളില്ലല്ലോ. അപ്പം ഈ പറയുന്ന ആളുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നബിയെ, സ്വഹാബത്തെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലത്തെ കാര്യങ്ങൾ തന്നെ അവർക്കും ചെയ്തു കൊടുക്കും. അല്ലെ, ആ പറഞ്ഞത് എത്ര കൃത്യമായി. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് സഹാബികളെ മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം അന്ന് അവർ കുറച്ച് ആളുകളെ മക്കത്തുള്ളൂ. അബൂലഹബും അവരൊക്കെ അറിയപ്പെട്ട ഖുറൈശി വലിയ ഗോത്ര തലവന്മാരും ശക്തരും ആയുധവും എല്ലാം കൊണ്ട് സജ്ജരായിട്ടുള്ള ആളുകളാണ്. മുഅ്മിനീങ്ങളുടെ അടുത്ത് എന്താണുള്ളത്? ഒന്നുമില്ല. വളരെ സാധുക്കളായ ആളുകൾ, കായിക ശേഷിയില്ല, ശാരീരിക ക്ഷമത പോലും കുറവാണ്, വളരെയധികം ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളാണ്. പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വർഷങ്ങളോളം അവർക്ക് താഴ്വരകളിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്, മുശ്രിക്കുകളുടെ പീഡനം ഭയന്നുകൊണ്ട്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശ്വാസ വാക്കുകൾ ഇറക്കുകയാണ്. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ആ പറയുന്ന അബൂലഹബിനോ, ആ പറയുന്ന അബൂജഹലിനോ, ഉത്ബത്തിനോ, ഷൈബത്തിനോ ഇവർക്കാർക്കും ഒരു പിൻഗാമികളില്ല, മക്കത്തില്ല, ലോകത്തെവിടെയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിച്ച വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം കൊടുത്തു. അപ്പം അല്ലാഹു ഖുർആനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്ന് നേർക്കുനേരെ നോക്കി മനസ്സിലാക്കുകയാണ്. അല്ല, ആ പറയുന്ന ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഒരുപാട് 10,000 കൊല്ലമൊന്നും കഴിഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങൾ എന്തായിരുന്നു, 1400 വർഷം മുമ്പ് മക്കത്ത് എന്തായിരുന്നു അവസ്ഥ എല്ലാവർക്കും അറിയാം. അതിനേക്കാളും മുമ്പുള്ള ചരിത്രങ്ങൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ ഇന്ന് ഇസ്സത്തോടു കൂടി മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹുണ്ടാകുകയാണ്, മക്ക കീഴടക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാം ലോകം മുഴുവൻ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ശക്തിയും നൽകുകയാണ്. മിസ്ർ മുസ്ലിമീങ്ങൾ ഭരിച്ചു. അതുപോലെ തന്നെ പല രാജ്യങ്ങളും മുസ്ലിമീങ്ങളുടെ കയ്യിലായി. ലോകത്തിൻ്റെ ഭൂരിഭാഗ സ്ഥലങ്ങളും മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന അവസ്ഥയിലേക്കുണ്ടായി. എത്ര ന്യൂനപക്ഷമായിരുന്ന മുസ്ലിമീങ്ങളാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. അവരെ ഇല്ലാതാക്കി കളയാം എന്നുള്ള ചിന്തയായിരുന്നു മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. ബദർ എന്ന് പറയുന്നത് ഈ മുസ്ലിമീങ്ങൾ ലോകത്ത് നിന്നും ഞങ്ങൾ തുടച്ചു മാറ്റുമെന്നുള്ള അഹങ്കാരമായിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു. ഇനി ആരും ഈ ദീനെന്നും പറഞ്ഞ് ഈ മക്കത്തോ ഒരു പരിസരത്തുണ്ടാവുകയില്ല, എല്ലാത്തിനും തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് ബദർ. അന്നുപോലും മുഅ്മിനീങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, അല്ലാഹു തആല നിങ്ങൾക്ക് രക്ഷ നൽകും. അതുകൊണ്ട് നിങ്ങളിതാ ഫിർഔനിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചു നോക്കൂ, അതുപോലെ സമൂദിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചു നോക്കൂ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചെയ്തിട്ടുള്ളത്? ആശ്വസിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഒരുപാട് തവണ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ചത്. കാരണം പ്രത്യേകിച്ച് മക്കിയായ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് ധിക്കാരികളായ മുശ്രിക്കുകൾക്കുള്ള താക്കീതും കൂടിയാണ്. കാരണം മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഫിർഔനെയും അതുപോലെ സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രമൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കും. ഇപ്പം നിങ്ങൾക്ക് വലിയ അധികാരമുണ്ട്, വലിയ തറവാടിത്തമുണ്ട്, എല്ലാം ഇപ്പോൾ ഉണ്ട്, ഒന്നും ഇല്ലാതായി തീരും. താക്കീതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് പുലർന്നു. അവരുടെ അധികാരമില്ലാതായി, അവർക്ക് പിൻഗാമികളില്ലാതായി, അവരുടെ തറവാട് മഹിമകളില്ലാതായി, അവരുടെ ഒരു തറവാട് മഹിമയും ഇന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ മുഅ്മിനീങ്ങളുടെ തറവാട് മഹിമയും അവരുടെ ഇസ്സത്തും സഹോദരങ്ങളെ ലോകത്ത് ദീർഘകാലമായി ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുന്നത് തന്നെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കളവാക്കുന്നതിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അഥവാ അവർ ഉടനീളം മുഴുവൻ കളവാക്കുക. മുൻകഴിഞ്ഞ സമുദായത്തെ കുറിച്ച് അവർക്ക് അറിയാനിട്ടല്ല, ഇത്തരം ചരിത്രങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട്, സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അവർ കളവാക്കിയിരിക്കുകയാണ്, ദീനുൽ ഇസ്ലാമിനെ കളവാക്കിയിരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് അവർ മടങ്ങാതിരിക്കുകയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബലില്ലദീന കഫറു ഫീ തക്ദീബ്, തീർച്ചയായും ആ ഇസ്ലാമിനെ നിഷേധിച്ചവർ സത്യത്തെ കളവാക്കുന്നതിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലദീന കഫറു എന്ന് പറയുന്നത് മക്കയിലുള്ള മുശ്രിക്കുകൾ അതിലുൾപ്പെടുന്നു, അതുപോലെ നസാറാക്കൾ ഉൾപ്പെടുന്നു, യഹൂദികൾ ഉൾപ്പെടുന്നു. എല്ലാം കാഫിറുകളായ ആളുകൾ തന്നെയാണ്. കാരണം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള അമ്പിയാക്കളിൽ വിശ്വസിക്കുന്നു, ശേഷമുള്ള നബിമാരിൽ വിശ്വസിക്കുന്നില്ല. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ വിശ്വസിക്കുന്നുണ്ട്, അതിന് മുമ്പുള്ളവരെയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല. ഒരു നബിയിൽ വിശ്വസിക്കാതിരുന്നാൽ തന്നെ മുഴുവൻ നബിമാരിലും അവിശ്വസിച്ചവനെ പോലെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കസ്സബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിൻ്റെ സമുദായം മുർസലീങ്ങളെ മുഴുവൻ കളവാക്കി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നൂഹാണ് ആദ്യത്തെ റസൂൽ. ആ നൂഹിനെ അവർ കളവാക്കിയപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഴുവൻ റസൂലുമാരെയും നൂഹിൻ്റെ ജനത കളവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഹൂദികൾ, അവരോട് നമുക്ക് പറയാം, നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കളവാക്കിയവരാണ്. അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പോലും. എന്തുകൊണ്ട്? കാരണം അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല. നസാറാക്കളോട് നമുക്ക് പറയാവുന്നതാണ്, നിങ്ങൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കിയവരാണ്. എന്തുകൊണ്ട്? കാരണം അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവസാനം വരും, ആ നബിയെ കൂടി ഞങ്ങൾ അനുസരിക്കണം എന്നുള്ള കാര്യം, അത് അന്തിമ പ്രവാചകനാണ് എന്നുള്ള കാര്യം അവർക്ക് അറിയാമെന്നുള്ളതാണ്. അവർ നിഷേധിച്ചതാണ്. ഈ യഹൂദികൾക്കോ നസ്രാണികൾക്കോ അവരുടെ വേദഗ്രന്ഥം തിരിയാനിട്ടല്ല, അവർ നിഷേധികളായിട്ടാണ്, ധിക്കരിച്ചവരാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ ആയത്തിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ബലില്ലദീന കഫറു ഫീ തക്ദീബ്, മുശ്രിക്കുകളാകട്ടെ, അവരെ തുടർന്നു വന്നവരാകട്ടെ, യഹൂദകളാകട്ടെ, നസാറാക്കളാകട്ടെ, എല്ലാവരും അവരെല്ലാം വ്യക്തമായ കളവാക്കലിലാണുള്ളത് എന്ന് മനസ്സിലാക്കുക. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അള്ളാഹു അവരുടെ പിന്നിലിവിടെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല, സഹോദരങ്ങളെ, അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മാഞ്ഞുപോകുകയില്ല, ഒന്നും മറന്നു പോകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, വലയം ചെയ്തിട്ടുണ്ട്. ബൽ ഹുവ ഖുർആനും മജീദ്, അതിനിടയിൽ അല്ലാഹു തആല ഖുർആനിനെ കുറിച്ചും പറയാൻ, ബൽ ഹുവ ഖുർആനും മജീദ്, അല്ല അത് മഹത്വമേറിയൊരു ഖുർആനാകുന്നു. അവരതിനെ അത് കവിതയാണെന്ന്, അത് സിഹറാണ്, ഈ രൂപത്തിൽ പലതും ഖുർആനിനെ നിഷേധിച്ച് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു തആല ഖുർആനിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ബൽ ഹുവ ഖുർആനും മജീദ്, ഇത് മഹത്വമേറിയ ഖുർആനാണ്, നിങ്ങളെ കളിതമാശയല്ല, അള്ളാഹുവിൻ്റെ സംസാരമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ ഖുർആനിലുള്ളത്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, അത് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു വാക്കുകൾക്ക് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുപോലെ അതിലെന്തെങ്കിലുമൊക്കെ പുതുതായി ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിലുള്ള വാക്കുകൾ ഒരു അക്ഷരം പോലും നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കുകയില്ല. അത് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല സംരക്ഷിച്ചിട്ടുള്ളതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിഴച്ചുപോയിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ വ്യക്തമായി കളവാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുശ്രിക്കുകളായി തീർന്നിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിൽ നാളെ സ്വർഗം കൊണ്ട് അവൻ അനുഗ്രഹിക്കുന്ന, സ്വർഗം കൊണ്ട് ആദരിക്കുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് സംഭവിച്ചു പോകുന്ന എല്ലാ പാപങ്ങളും, നമ്മുടെ നാവിനാലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിനാലും സംഭവിച്ചു പോകുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അസാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.